ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആത്മസഖിയും പ്രണയിനിയും ശക്തിയുമായ രാധാദേവിയുടെ കഥയാണിത്. കൃഷ്ണനെ മാത്രം പ്രണയിച്ച് കൃഷ്ണനാണ് ജീവൻ എന്ന് കഴിഞ്ഞ രാധയെക്കുറിച്ച് 12-ാം നൂറ്റാണ്ട് വരെ എവിടെയും രേഖപ്പെടുത്തിയതായി കാണുന്നില്ല. ഗോവിന്ദ എന്ന സംസ്കൃത കൃതിയിലാണ് രാധാകൃഷ്ണന്മാരുടെ പ്രണയം പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് രാധയുടെ ജീവിതവും വിരഹവും എല്ലാം കൃഷ്ണഭക്തർ അറിയുന്നത്. ബ്രഹ്മവൈവർത്ത പുരാണം അനുസരിച്ച് വൈകുണ്ഠത്തിൽ നിന്നും 5 കോടി യോജന മാറി വടക്കേ ദിശയിലും ശിവലോകത്തിന്റെ തെക്കേ ദിശ ആയിട്ടും 3 കോടി വ്യാസമുള്ള ഗോലോകമുണ്ട്. അവിടെ ശ്രീകൃഷ്ണൻ യൗവനത്തിൽ തന്റെ ഗോപാലന്മാർക്കൊപ്പവും പശുക്കൾക്കൊപ്പവും കഴിയുന്നു. അതാണ് ഗോലോകം എന്ന നാമം. കൃഷ്ണനാണ് ഗോലോകത്തിന്റെ നാഥൻ. രാധാദേവിയാണ് അവിടുത്തെ റാണി. ഒരിക്കൽ സുദാമ എന്ന കൃഷ്ണഭക്തയോട് കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് കുറച്ചു നേരം ധ്യാനത്തിലിരിക്കണം, ആരെയും അകത്തോട്ട് കടത്തിവിടരുത് എന്ന് പറഞ്ഞ് തന്റെ ഭവനത്തിൽ ചെന്ന് കതകടച്ചു. രാധാദേവി മറ്റു ഗോപികമാർക്കൊപ്പം അതുവഴി പോകുമ്പോൾ അകത്തുനിന്ന് ഭഗവാൻ രാധയെ എന്ന് വിളിക്കുന്നതായി രാധയ്ക്ക് തോന്നി. വാതിൽ തുറക്കാൻ മുതിർന്ന രാധയെ ശ്രുതാമ തടഞ്ഞു. വീണ്ടും കൃഷ്ണന്റെ വിളി കേൾക്കവേ ശ്രുതാമയെ ധിക്കരിച്ച് രാധ വാതിൽ തുറന്നു. തന്റെ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് വിശ്വസിക്കുന്ന ശ്രുതാമ ദേവിയെ 100 വർഷം കൃഷ്ണനെ മറന്ന് ഭൂലോകത്തിൽ മനുഷ്യനായി ജനിക്കുമെന്നും കൃഷ്ണന്റെ വേർപാട് ദുഃഖം അനുഭവിക്കുമെന്നും ശപിച്ചു. ദുഃഖിതയായി കൃഷ്ണന്റെ അടുത്ത് ചെന്ന് രാധാദേവിയെ, കൃഷ്ണൻ ധർമ്മം സ്ഥാപിക്കാനായി എനിക്ക് ഭൂലോകത്തിൽ അവതാരമെടുക്കാൻ സമയമായി. അവിടെ ദേവി എന്നെ മറന്നിട്ടായാലും എന്റെ ഒപ്പം ഉണ്ടാകും. കർമ്മം നിർവഹിക്കാൻ ഞാൻ യാത്ര പോകുന്ന പക്ഷം ശ്രീതാമയുടെ ശാപം ഫലിക്കും എന്ന് സമാധാനിപ്പിച്ചു. കൃഷ്ണനില്ലാത്ത ഗോലോകത്ത് കഴിയാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ രാധ ആദ്യം ഭൂലോകത്ത് ജന്മമെടുക്കാൻ തീരുമാനിച്ച് കൃഷ്ണരൂപം നോക്കി ഉള്ളിൽ കണ്ണുകൾ അടച്ചു. ചിങ്ങമാസം ശുക്ലപക്ഷം അഷ്ടമി നാളിൽ അനിഴം നക്ഷത്രത്തിൽ ഗ്രാമമുഖ്യനായ ഋഷഭാനുവിന്റെയും കീർത്തി ദേവിയുടെയും മകളായി മധുരയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള ബർസാനയിൽ രാധ ജനിച്ചു. കീർത്തി ദേവി നദിയിൽ സ്നാനം ചെയ്യുന്ന വേളയിൽ 1000 ഇതളുകളുള്ള താമരയിൽ സ്വർണ്ണ നിറത്തോടുകൂടി കുഞ്ഞിന്റെ രൂപത്തിൽ ഒഴുകി വന്നു എന്നും പറയപ്പെടുന്നു. ജനിച്ച് 11 മാസം വരെ രാധാദേവി കണ്ണു തുറന്നിട്ടേയില്ല. കാഴ്ചശക്തിയില്ലാത്ത കുഞ്ഞാണെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം ഋഷഭാനുവിന്റെ മിത്രമായ നന്ദബാബയുടെ ഗൃഹത്തിൽ രാധയുമായി ചെന്നു. അവിടെ കൃഷ്ണൻ നന്ദബാബയുടെ മകനായി എത്തി. കണ്ണന്റെ സ്പർശം കൊണ്ട മാത്രയിൽ കുഞ്ഞു രാധ തന്റെ കണ്ണു തുറന്ന് ആദ്യം ദർശിച്ചത് കണ്ണനെയാണ്. കൃഷ്ണനും രാധയും ഒരുമിച്ച് കളിച്ചും വഴക്കിട്ടും മറ്റ് ഗോപന്മാർക്കൊപ്പം വളർന്നു. മധുരയും വൃന്ദാവനവും ബർസാനയും അടുത്തുള്ള ഗോകുലങ്ങൾ എല്ലാം ബ്രജഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഇവയിൽ ശ്രേഷ്ഠമായുള്ളത് വൃന്ദാവനമാണ്. രാധാകൃഷ്ണന്മാരുടെ പ്രണയം ഉൾക്കൊണ്ട സ്ഥലം. കൃഷ്ണൻ പുല്ലാങ്കുഴൽ വായിക്കുമ്പോൾ രാധ അതിൽ ലയിച്ചു മയങ്ങും. കൃഷ്ണന് തന്റെ കയ്യാൽ വെണ്ണയുണ്ടാക്കി കൊടുക്കും. കൃഷ്ണൻ രാധയുടെ കേശം അലങ്കരിച്ചു കൊടുക്കുകയും അങ്ങനെ അനേകം ലീലകൾ അവിടുത്തെ വൃക്ഷങ്ങളും മൃഗങ്ങളും പക്ഷികളും സാക്ഷ്യം വഹിച്ചു. ഓരോ ലീലകളിലും പ്രണയത്തിന്റെ ഓരോ അവസ്ഥയാണ് കാത്തിരിക്കുന്നത്. ഒരിക്കൽ കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ നാദം കേട്ട് ഗോപികമാർ കൃഷ്ണനെ അന്വേഷിച്ചു വരികയും അത് കണ്ട് രാധ കൃഷ്ണനോട് കോപിച്ചു. ഞാൻ മാത്രമല്ലേ നിന്റെ പ്രണയിനി, എന്നെയല്ലേ നീ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിച്ചു. അതിനു കൃഷ്ണൻ പറഞ്ഞു, നീയും ഞാനും ഒരേ ആത്മാവും 2 ശരീരവുമല്ലേ, അപ്പോൾ എന്നെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും? കൃഷ്ണന്റെ ഉത്തരം പ്രണയം അംഗീകരിച്ച രീതിയിലായാലും വിവാഹത്തിലൂടെ ഒന്നു ചേരുകയല്ലേ എന്ന് രാധ ദുഃഖിച്ചു. അപ്പോഴാണ് കൃഷ്ണൻ തന്റെ കർമ്മമായ ധർമ്മസ്ഥാപനത്തിനായി മധുരയിൽ താൻ മടങ്ങുമെന്ന് അറിയിച്ചത്. അക്രൂരർ വന്ന് കൃഷ്ണനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ കൃഷ്ണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് രാധ കരയാതെ യാത്രയച്ചു. ആ നേരമാണ് കൃഷ്ണൻ താനും ബ്രജഭൂമിയും രാധയുടെ നാമത്തിൽ അറിയപ്പെടും എന്നറിയിച്ചത്. ഇന്നും വൃന്ദാവനത്തിലെ ഓരോ വീട്ടിലും വൃക്ഷത്തിലും ആളുകൾ പരസ്പരം സ്വീകരിക്കുന്ന വേളയിലും രാധേ രാധേ എന്ന് കേൾക്കാം. കൃഷ്ണൻ മധുരയ്ക്ക് പോയ ശേഷം വൃന്ദാവനത്തിലെ എല്ലാവരും കണ്ടത് എപ്പോഴും ദുഃഖിച്ച് നടക്കുന്ന രാധയെയാണ്. അവർ ഒരുമിച്ച് നടന്നിരുന്ന സ്ഥലങ്ങൾ ഓർമ്മകളിൽ രാധ മാത്രമായി. ബർസാന വിട്ട് മധുരയ്ക്ക് പോയി വരുന്ന എല്ലാ വാസികളോടും രാധ കണ്ണനെ കണ്ടുവോ, കണ്ണന്റെ രൂപത്തിൽ മാറ്റം വന്നുവോ എന്ന് തിരക്കാൻ തുടങ്ങി. ഒരിക്കൽ തേനീച്ചയോട് ഈ രീതിയിൽ വിവരം തിരക്കിയതോടെ രാധയ്ക്ക് മനോരോഗം എന്നുവരെ വാർത്തയായി. അങ്ങനെ രാധ കേശം അലങ്കരിക്കാതെയും ആഭരണങ്ങളും പൂക്കളും ധരിക്കാതെയും നടന്നിരുന്നുവത്രേ. അങ്ങനെ രാധയെ അവിടുത്തെ നിവാസികൾ അയനുമായി വിവാഹം കഴിപ്പിച്ചു. പക്ഷേ അയന് കുടുംബനാഥനാകാൻ കഴിഞ്ഞിരുന്നില്ല. അയൻ മുൻ ജന്മത്തിൽ അഭിമന്യു എന്ന നാമത്തിൽ വിഷ്ണു ഭക്തനായിരുന്നുവെന്നും ലക്ഷ്മി ദേവിയെ വധുവായി വേണമെന്ന് തപസ്സിലൂടെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും പറയപ്പെടുന്നു. രാധ ബർസാനയിലെ മുഖ്യയായി അയന്റെ വധുവായി കർമ്മങ്ങൾ ചെയ്തുവെങ്കിലും കൃഷ്ണന്റെ വേർപാട് എപ്പോഴും ഉണ്ടായിരുന്നു.
കുറെ കാലം കഴിഞ്ഞു ഒരു സൂര്യഗ്രഹണ ദിവസം പരശുരാമൻ നിർമ്മിച്ച 5 കായലുകൾ ഉള്ള സ്ഥലത്ത് എല്ലാ ഗോകുലവാസികളും ദ്വാരകാവാസികളും പാണ്ഡവരും കൗരന്മാരും അവിടെ എത്തിയ വേളയിൽ രാധയും കൃഷ്ണനും പരസ്പരം കണ്ടു. അകലെ നിന്ന് ഇരുവരും നോക്കി നിന്നു. പക്ഷേ രാധ കണ്ട കൃഷ്ണൻ ഭാര്യയുമായും സന്താനങ്ങളോടൊപ്പം വന്നിരിക്കുന്ന കൃഷ്ണനെയാണ്. സന്തോഷത്തിൽ മനം തുളുമ്പിയെങ്കിലും രാധയ്ക്ക് കണ്ണുനീർ ഒഴുകുകയായിരുന്നു. ഒരു ഗോപിക രാധയോട് ചോദിച്ചു, നിനക്ക് കൃഷ്ണനോട് ഒട്ടും ദേഷ്യം തോന്നുന്നില്ലേ? അതിന് രാധ പറഞ്ഞു, കൃഷ്ണന്റെ മുഖത്തിലെ ചിരി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് മാത്രമേ കൃഷ്ണന്റെ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം എത്രമാത്രം ഉണ്ടെന്ന് കാണാൻ സാധിക്കും. അത്രമാത്രം പരസ്പരം അറിഞ്ഞ് ഒരു നിബന്ധനയും ഇല്ലാതെ പ്രണയിച്ചവരാണ് രാധാകൃഷ്ണൻ. ഒരിക്കൽ വൃന്ദാവനത്തിലിരുന്ന രാധയെ കാണാൻ ബ്രഹ്മാവും മഹേശ്വരനും പാർവതി ദേവിയും മറ്റു ദേവന്മാർ എല്ലാവരും എത്തി. ദേവി ദേവന്മാരെ കണ്ട രാധ ഒന്നും മനസ്സിലാകാതെ നിന്നു. പാർവതി ദേവി രാധയോട് പറഞ്ഞു, ശ്രീദാമയുടെ ശാപം തീരുന്ന ദിനമാണിന്ന്. ഇതു കേട്ട രാധ കൃഷ്ണനുമായി ഒന്നിക്കാൻ പോകുന്നത് ഉള്ളിൽ ആഘോഷിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് ചെന്നു. ദ്വാരകയുടെ വാതിൽ മുതൽ എല്ലാ ജീവരാശികളും കൃഷ്ണന്റെ രാധയെ കാണാൻ കൊതിച്ചു നിന്നു. രുക്മിണിയും സത്യഭാമയും ആരതി ഒഴിഞ്ഞ് രാധയെ സ്വീകരിച്ചു. സർവരും തന്നെ ആരാധിച്ചു നോക്കി നിൽക്കുന്ന കാഴ്ചകൾ ഒന്നും ഉൾക്കൊള്ളാതെ രാധയുടെ കണ്ണുകൾ കൃഷ്ണനെ മാത്രം തിരഞ്ഞു. തന്റെ കൊട്ടാരത്തിൽ നിന്നും ഓടി വരികയായിരുന്നു കൃഷ്ണൻ. വരും വഴിയിൽ എങ്ങോ കാൽ തട്ടി ചോര പൊടിയുന്നുണ്ടായിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ കൃഷ്ണൻ ഓടുന്നത് കണ്ട് കൊട്ടാരത്തിലെ ജീവനക്കാർ അതിശയിച്ചു നിന്നുപോയി. കൃഷ്ണൻ രാധയുടെ അരികിലെത്തി. വർഷങ്ങൾക്ക് ശേഷം കാണുന്ന രാധ കൃഷ്ണനെ അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. കൃഷ്ണൻ രാധയെ സ്വീകരിച്ച് ഉള്ളിൽ ചെന്ന് സംഭാഷണം നടത്തിയപ്പോൾ രാധ ഓരോ വാക്കും വിട്ടുപോകാത്ത വിധം ഉള്ളിൽ ഗ്രഹിക്കുകയായിരുന്നു. രാധ ഉറങ്ങുന്നതിന് മുമ്പ് ചൂട് പാല് കുടിക്കുന്ന ചെറിയുണ്ടെന്ന് കൃഷ്ണൻ എപ്പോഴോ പറഞ്ഞതോർത്ത് രുക്മിണി അധികം ചൂടുള്ള പാല് രാധയ്ക്ക് കൊടുത്തു. കൃഷ്ണൻ പറയുന്നത് കേട്ടിരുന്ന രാധ ആ ചൂട് പാല് കുടിച്ചുവെന്നും പറയപ്പെടുന്നു. അതിൽ നിന്നും ഒരു തുള്ളി പാല് കൃഷ്ണന്റെ കാലിൽ വീണു പൊള്ളിയെന്നും പറയപ്പെടുന്നു. അടുത്ത ദിവസം ദ്വാരകയിൽ നിന്ന് പോയ രാധ ബർസാന എത്തുന്നതിനു മുന്നേ മരണപ്പെട്ടു. കൃഷ്ണൻ തന്റെ ഭൂലോകവാസം വിടുന്ന വേളയിൽ സ്വർഗവിമാനം വരുത്തി രാധയെ ഗോലോകത്തേക്ക് കൊണ്ടുപോയി. കൃഷ്ണൻ പരമാത്മാവിനെയും രാധ ജീവാത്മാവിനെയും സൂചിപ്പിക്കുന്നു. കർമ്മഫലത്താൽ ദുഃഖം കൊള്ളുന്ന ആത്മാവ് ആത്മാർത്ഥമായ ഭക്തിയും അതിലില്ലാത്ത പ്രണയവും കൊണ്ട് പരമാത്മാവിൽ ലയിക്കുന്നു എന്നതാണ് രാധ തന്റെ ജീവിതത്തെ പഠനമാക്കി തന്നിരിക്കുന്നത്. ആ രീതിയിൽ ഭക്തിയും പ്രണയവും ഭഗവാനോട് തോന്നുന്നവർക്ക് മാത്രമേ പവിത്രമായ രാധാകൃഷ്ണ രൂപത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. രാധാ ചാലിസയിൽ പറയുന്നത് പോലെ എവിടെ രാധാനാമം ചൊല്ലുന്നുവോ അവിടെ കൃഷ്ണ സാന്നിധ്യം ഉണ്ടാകും. രാധേ രാധേ. രാധാകൃഷ്ണന്മാരുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ കാരണം എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയുക. രാധേ രാധേ.